ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പരിശുദ്ധ അമ്മേ ദേവിമാതാവേ കൂടെ ഉണ്ടായിരിക്കണേ. എൻ്റെ പേര് പുഷ്പ തോമസ്. ഞാൻ ചങ്ങനാശ്ശേരി വെരൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡ് ബിജു സെബാസ്റ്റ്യൻ. ഇതെൻ്റെ മകൾ ലിഡ സെബാസ്റ്റ്യൻ. പരിശുദ്ധ അമ്മ വഴി ഈശോ നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങളിൽ പറയുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. 2023 ജൂലൈ 27 രാവിലെ എൻ്റെ ഹസ്ബൻഡ് ബിജു വീട്ടിലെ ചെറിയ വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ഗ്രൈൻഡർ മിഷൻ നെഞ്ചത്ത് കൊണ്ട് ആഴത്തിൽ മുറിവേറ്റു. എന്നെ വിളിക്കുന്നത് കേട്ടാണ് ഞാൻ ഓടി ചെല്ലുമ്പം നെഞ്ച് തുറന്ന് ബ്ലഡ് ഒഴുകുന്നതാണ് കണ്ടത്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പെട്ടെന്ന് മരവിച്ചു പോയി. ഞാൻ അവനോട് പറഞ്ഞു മിഷൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറഞ്ഞു. മിഷൻ താഴെ കിടക്കുമായിരുന്നു. ഞാനത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് യാന്ത്രികമായിട്ട് തന്നെ കയ്യെ പിടിച്ചുകൊണ്ട് വന്നു. ഡ്രസ്സ് മാറാം എന്ന് പറഞ്ഞെങ്കിലും പെട്ടെന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞു, താഴെ പോയെങ്കിൽ എങ്ങനെ കാറിൽ കയറ്റും. ഞാൻ പറഞ്ഞു, ബിജായ ഡ്രസ്സ് മാറണ്ട, നമുക്ക് കാറിലോട്ട് കയറാമെന്ന് പറഞ്ഞ് ഞാൻ പിടിച്ച് കാറിൽ കൊണ്ട് കയറ്റി. ഡ്രൈവിങ് വലിയ വശമൊന്നുമില്ല, ജസ്റ്റ് പഠിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. എങ്കിലും ഞാൻ പെട്ടെന്ന് ഡ്രൈവിംഗ് സീറ്റിൽ കയറി മക്കളോട് പറഞ്ഞു, മാതാവിൻ്റെ തൈലവും ഉപ്പും എടുക്കുക, അമ്മ സ്കൂളിൽ കൊണ്ടുവന്ന ബാഗ് എടുക്കുക, കാരണം ബാഗിനകത്താണ് മാതാവിൻ്റെ കാശുരൂപം ഉള്ളത്. കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഇതെല്ലാം എടുത്തോണ്ട് ചാടി കാറിൽ കയറി മുന്നോട്ട് നീങ്ങുമ്പം ഒരു പൊക്കമുണ്ട്. അവിടെ കയറുമ്പോൾ ഞാൻ നോക്കുമ്പം ബിജുവിൻ്റെ കണ്ണടഞ്ഞ് പുറകോട്ട് മറിയുന്നതാണ് കാണുന്നത്. എൻ്റെ കൃപാസന മാതാവേ, എന്നെ കൈവടിയരുതേ എന്ന ഒറ്റ പ്രാർത്ഥന ഞാൻ ചൊല്ലിയുള്ളൂ. പിന്നെ മാതാവ് കൂടെ ഉണ്ടായിരുന്നു. ആ നിമിഷം തന്നെ ബിജുവിൻ്റെ ബോധം തിരിച്ചു വന്നു. പിന്നെ ഓപ്പറേഷൻ ചെയ്യുന്നത് വരെ ബിജുവിൻ്റെ ബോധം പോയിട്ടില്ല. അവിടുന്ന് 1 കിലോമീറ്റർ അകലെയുള്ള ചെത്തുപ്പുഴ ഹോസ്പിറ്റലിലേക്കാണ് ഞാൻ കൊണ്ടുപോയത്. ചെത്തുപ്പുഴയിൽ ചെന്നപ്പോൾ തന്നെ ഡോക്ടർമാർക്ക് സംശയം ഹാർട്ടിന് മുറിവേറ്റിട്ടുണ്ടോ എന്ന്. അവർ പെട്ടെന്ന് തന്നെ കാരിദാസ് ഹോസ്പിറ്റലിലേക്കും ബിലീവേഴ്സ് ഹോസ്പിറ്റലിലേക്കും വിളിച്ചു. അവിടെ ഹാർട്ടിൻ്റെ ഡോക്ടർമാരുണ്ടോ, അവിടെ ICU ഫ്രീ ആണോ എന്നറിയാൻ വേണ്ടി. ആ 2 ആശുപത്രിയിൽ നിന്നും 10 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. ആ 10 മിനിറ്റ് മാതാവ് നമുക്ക് തന്നതായിരുന്നു. ആ 10 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് തന്നെ ബിജുവിനെ CT സ്കാൻ ചെയ്തു. CT സ്കാനിൽ ഹാർട്ടിനും ലങ്സിനും യാതൊരു കുഴപ്പവുമില്ല എന്നറിഞ്ഞു. ആ സമയത്ത് ബിലിവേഴ്സിൽ നിന്ന് എല്ലാ സൗകര്യമുള്ള ആംബുലൻസ് എത്തിയിരുന്നു. എങ്കിലും വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. ഇവിടെ തന്നെ ചെയ്യാമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. സർജന് ബിജുവിനെ ഓപ്പറേഷൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. ഞാൻ അന്വേഷിച്ചപ്പോൾ ജോർജ് മാത്യു സാറല്ല, ജോർജ് മാത്യു സാറിനെ എനിക്കറിയാം. ഞാൻ പറഞ്ഞു, എനിക്ക് ജോർജ് മാത്യു സാറിനെ ഒന്ന് വിളിച്ചു തരണം. സാറിനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനാണ്, ടീച്ചറാണ്, ഞങ്ങളുടെ സ്ഥലപ്പേര് പറഞ്ഞു, പാത്തിക്കമുക്കിലെ ടീച്ചറാണ്. എന്നെ ടീച്ചറെ പറഞ്ഞ് ബിജുവിനാ സംഭവം, ഞാനിപ്പം വരാം. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഡോക്ടർ ഓടി വരുന്നതാണ് കാണുന്നത്. ഡോക്ടർ ഏറ്റെടുത്തു. അവിടുന്ന് ബിജുവിനെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. പക്ഷേ പ്രഷർ ഒട്ടുമില്ല, ലോ പ്രഷറാണ്. ഞാൻ ആ സമയത്തെല്ലാം ആശുപത്രി വന്ന സമയത്ത് തന്നെ ബിജുവിൻ്റെ നെറ്റിയിൽ മാതാവിൻ്റെ തൈലവും നെഞ്ചത്ത് മാതാവിൻ്റെ തൈലവും തേച്ച് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ കാശുരൂപം തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പേടിക്കേണ്ട, മാതാവ് കൂടെയുണ്ട്. അതുപോലെ തന്നെ മാതാവിൻ്റെ കാശുരൂപം ആ ലെഫ്റ്റ് ചെസ്റ്റിൽ, എൻ്റെ ചെസ്റ്റിൽ നെഞ്ചിൽ വെച്ചുകൊണ്ട് ഞാൻ ഓപ്പറേഷൻ കഴിയുന്നവരെ ആ നെഞ്ചത്തുനിന്ന് മാതാവിൻ്റെ കാശുരൂപം മാറ്റിയിട്ടില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ ആ പൊക്കി പിടിച്ചിരിക്കുന്ന കൈ, അമ്മയുടെ ആ കൈ ബിജുവിൻ്റെ നെഞ്ചത്ത് തന്നെ വെക്കണം, അവിടുന്ന് മാറ്റരുത്. അത് കഴിഞ്ഞാണ് പ്രഷറൊക്കെ ലോ പ്രഷറാണെന്ന് അറിയുന്നത്. പെട്ടെന്ന് ഞാൻ ഓർത്ത് മാതാവിൻ്റെ ഉപ്പ് കൊടുക്കാം. ICUവിൽ സിസ്റ്ററിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, സിസ്റ്ററെ മാതാവിൻ്റെ ഉപ്പ് ഒന്ന് കൊടുക്കാമോ? സിസ്റ്റർ പറഞ്ഞു, മോളെ അങ്ങോട്ട് കയറ്റാൻ പറ്റുകയില്ല. ഞാൻ പറഞ്ഞു, ഇത് കൃപാസനത്തിലെ മാതാവിൻ്റെ ഉപ്പാണ്, ഇത് പുതിയ ഉപ്പാണ്. സിസ്റ്റർ ഒരു ശകലം വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുത്താൽ മതി. സിസ്റ്ററിൻ്റെ വിശ്വാസ പ്രമാണം അറിയാമോ ചൊല്ലാൻ ചോദിച്ചു. എനിക്കറിയാം, ഇങ്ങിതാ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് സിസ്റ്റർ എൻ്റെ നിന്ന് മേടിച്ച മാതാവിൻ്റെ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി തന്നെ കുറച്ച് നേരം ബിജുവിൻ്റെ കയ്യെ പിടിച്ച് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു. എന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി വായിലിട്ട് കൊടുത്തു. പ്രഷർ കൂടി യാതൊരു കുഴപ്പമില്ലാതെ ഓപ്പറേഷൻ ചെയ്ത് ബിജു പുറത്ത് വന്നു. എല്ലാവരും പറഞ്ഞു 1-2 ആഴ്ചയെങ്കിലും എടുക്കും കവർ ചെയ്യാൻ. പക്ഷേ വ്യാഴാഴ്ച ആശുപത്രി ചെന്ന ബിജു ശനിയാഴ്ച തന്നെ വീട്ടിലെത്തുകയും എല്ലാം സ്വയം ചെയ്യാനുള്ള കഴിവും ബിജുവിനുണ്ടായിരുന്നു. ഒരു ദിവസം പോലും ഞാനൊരു ടീച്ചറാണ്, എനിക്ക് ഒരു ദിവസം പോലും ലീവ് എടുക്കേണ്ടതായിട്ട് വന്നില്ല. തിങ്കളാഴ്ച മുതൽ എനിക്ക് സ്കൂളിൽ പോകാനും പറ്റി. 1 മാസം കറക്റ്റ് ഓഗസ്റ്റ് 27 ഞങ്ങൾ ഈ മാതാവിൻ്റെ നടക്കിൽ വന്നു. മാതാവിന് നന്ദി പറഞ്ഞു. തിരിച്ച് ബിജു വണ്ടിയൊന്നും ഓടിക്കലെന്ന ഡോക്ടർ പറഞ്ഞെങ്കിലും യാതൊരു കുഴപ്പമില്ലാഞ്ഞു. തിരിച്ച് ബിജു അങ്ങോട്ട് കാർ ഓടിച്ച് പോവുകയും ചെയ്തു. മാതാവ് തന്ന ഈശോ വഴി ഞങ്ങൾക്ക് നേടിത്തന്ന ഈ അനുഗ്രഹം
ഒത്തിരി നന്ദി പറഞ്ഞാൽ മതിയാവുകയില്ല. കാരണം വീണ്ടും ചെക്കപ്പിലൊക്കെ ചെല്ലുമ്പോൾ ജോർജ് മാത്യു സാറ് ബിജുവിനെ കാണുമ്പോൾ വിളിക്കുന്നത് ദൈവാനുഗ്രഹമുള്ള മനുഷ്യ എന്നാണ്. കാരണം റിബ്സിനൊക്കെ പൊട്ടലുണ്ടായിരുന്നു. 2.5 ഇഞ്ചും കൂടി മതിയായിരുന്നു ഹാർട്ടിൽ തൊടാൻ. 2.5 mm മതിയായിരുന്നു ഹാർട്ടിൽ തൊടാൻ. ആ ഹാർട്ടിലൊന്നും തൊട്ടാൽ, അപ്പോൾ അവിടുത്തെ തോമസ് ബസാർ എന്നെ കണ്ടപ്പം പറഞ്ഞു, പുഷ്പയുടെ പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ ഹാർട്ടിൽ തൊട്ടിരുന്നെങ്കിൽ ബിജുവിനെ കിട്ടത്തില്ലായിരുന്നുവെന്ന്. എപ്പോഴും മാതാവിനോടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പ്രാർത്ഥിക്കാനുള്ള ഒരു വരവും മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. രണ്ടാമതായിട്ടുള്ള സാക്ഷ്യം, എൻ്റെ തൈറോയിഡിൻ്റെ അസുഖം. എനിക്ക് തൈറോയിഡ് തീരെ കുറവായിരുന്നു. അപ്പം മരണം വരെ ഗുളിക കഴിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. ഞാനിവിടെ 2021 മാർച്ച് 29 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം ഞങ്ങൾക്കെല്ലാവർക്കും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാനും അച്ഛൻ്റെ കൈവെപ്പ് വഴി അനുഗ്രഹം നേടാനും സാധിച്ചിട്ടുണ്ട്. അന്ന് അച്ഛനോട് ഞാൻ തൈറോയ്ഡ് അസുഖമാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ തൊണ്ടയെ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പം മുതൽ എനിക്ക് പിറ്റേ ദിവസം തൊട്ട് ഗുളിക കഴിക്കണ്ട എന്ന് തോന്നലായി. എന്നോടെല്ലാവരും കഴിക്കണം, ഡോക്ടർമാർ പറയാതെ നിർത്തല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ വിശ്വാസമാണ്. അന്ന് മുതൽ ഞാൻ തൈറോയിഡിൻ്റെ ഗുളിക കഴിച്ചില്ല. 2, 3, 4, 5 പ്രാവശ്യമൊക്കെ ഞാൻ അതിൻ്റെ ചെക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. യാതൊരു കുഴപ്പമില്ല. അതുപോലെ തൈറോയിഡ് ഇല്ലാത്ത സമയത്ത് എനിക്ക് ഭയങ്കര ഉറക്കം വരുമായിരുന്നു. അതുപോലെ എന്തോ തലയ്ക്കൊരു വിഷമമൊക്കെ പോലെ വരുമായിരുന്നു. ഉപവാസം നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം അത്രയേറെ എനിക്ക് താന്നു പോകുന്നൊരവസ്ഥയായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ അതൊന്നുമില്ല. ഞാൻ 2021 29 മാർച്ച് മാസം ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഈ നിമിഷം വരെ തൈറോയിഡിൻ്റെ ഒരു ഗുളിക പോലും കഴിച്ചിട്ടില്ല. മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി. ഇതെൻ്റെ മകൾ ലിഡ സെബാസ്റ്റ്യനാണ്. കഴിഞ്ഞ വർഷം അവൾ 10ാം ക്ലാസ് ICSE സിലബസിലായിരുന്നു. 96% മാർക്കോടുകൂടി അവൾ പാസ്സായി. അവൾ എല്ലാ ദിവസവും ഈ 10ലെ എക്സാമിൻ്റെ റിസൾട്ടിന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. അവൾ 96% മാർക്കിന് വേണ്ടി മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നതെന്ന് പറഞ്ഞു. ഞാൻ 95 കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിരുന്നത്. പക്ഷേ മാതാവ് 96 നൽകി അനുഗ്രഹിച്ചു. ഈ റിസൾട്ടും കിട്ടി. അവൾ ക്രിസ്ത്യോതി സ്കൂളിലാണ് പഠിച്ചിരുന്നത്, വിദ്യാനികേതൻ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അവിടെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു. പ്രിൻസിപ്പളിനെയും ടീച്ചർമാരെയും കാണാൻ ചെന്നപ്പോൾ പ്രിൻസിപ്പളും ടീച്ചർമാരും പറഞ്ഞു, അവൾക്ക് ഇത്രയും കിട്ടുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ല. അവൾക്ക് ക്രിസ്ത്യോതി വിദ്യാനികേതനിൽ 3rd പൊസിഷൻ നൽകി മാതാവ് അനുഗ്രഹിച്ചു. അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെയുള്ളത്, ഞാനിവിടെ ഉടമ്പടി എടുത്തപ്പോൾ 6 നിയോഗം എഴുതി പേടകത്തിലിട്ടിട്ട് ഇറങ്ങി വന്ന് മാതാവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഞങ്ങൾക്കൊരു കാറില്ലല്ലോ എന്ന് മാതാവിനോട് പറഞ്ഞാൽ, മാതാവേ കാറില്ല, എനിക്ക് എൻ്റെ അമ്മച്ചയും കൊണ്ടൊക്കെ പള്ളിയിൽ പോകണ ഒരു കാറ് വേണമായിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടേ പോയുള്ളൂ. പക്ഷേ അടുത്ത ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് തന്നെ മാതാവ് ജൂൺ മാസം 2-ാം തീയതി തന്നെ ഞങ്ങളുടെ വീട്ടിൽ കാറെത്തി. മാതാവിൻ്റെ ഉടുപ്പിൻ്റെ നിറമുള്ള കാർ തന്നെയാണ്. ആ കാറുമായിട്ട് വന്ന് ഞാൻ മാതാവിന് അന്ന് തന്നെ നന്ദി പറഞ്ഞായിരുന്നു. പിന്നെ എൻ്റെ അമ്മച്ചിയുടെ വയറ്റിൽ നിന്ന് പോകാൻ വളരെ പ്രയാസമായിരുന്നു. അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞതിൽ പിന്നെ അമ്മച്ചിക്ക് ആ ഒരു ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് 3 കെട്ട് കൃപാസന പത്രം മേടിച്ച് പല പ്രാവശ്യം ചിലപ്പം പള്ളികളിൽ ആദ്യമൊക്കെ കൊടുക്കുമായിരുന്നു. ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ ടീച്ചേഴ്സിനൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ കടകളിലൊക്കെ അയൽപക്കങ്ങളിലൊക്കെ കൊടുക്കും. പിന്നെ ഞാൻ കൊടുക്കാത്ത മേഖലകളിലൊക്കെ പോയി കൊടുക്കും. അറിയാത്ത വീടുകളിലും അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി കടകളിലുമൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ചോറ് തെരുവോരങ്ങളിൽ കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ പള്ളിയിലെല്ലാം ലാസ്റ്റ് സാറ്റർഡേയിലും ചോറ് ശേഖരിച്ച് കൊടുക്കാറുണ്ട്. അതേ കൊടുക്കുന്നുണ്ട്. പിന്നെ പുതിയ ഡ്രസ്സ് മേടിച്ച് വഴിയൊരുകിൽ ഇരുന്ന ഒരു വ്യക്തിക്ക് ഞാൻ മേടിച്ചു കൊടുത്തു. മാതാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി മേടിച്ചു കൊടുത്തായിരുന്നു. അതുപോലെ തന്നെ പള്ളിയിൽ പഴയ വസ്ത്രങ്ങൾ ശേഖരിക്കുന്നുണ്ട്. തലയ്ക്ക് തേച്ച് പള്ളിയിൽ ഡ്രസ്സുകൾ കൊടുക്കാറുണ്ട്. ആദ്യമായി ഒത്തിരി അനുഗ്രഹം മാതാവ് മേടിച്ച് നൽകിയിട്ടുണ്ട്. ഞാൻ രാവിലെ സ്കൂളിൽ പോകുന്ന സ്കൂട്ടറിൽ കയറിയിരുന്ന് ഞങ്ങൾ സ്കൂളിൽ വരുത്തുന്നവരെ ജപമാല ചെല്ലുവാനുള്ളൊരു കൃപ അത് മുടങ്ങിയിട്ടില്ല. എല്ലാ ദിവസവും ഞാനും എൻ്റെ മോനും അല്ലെങ്കിൽ മോളും ജപമാല ചൊല്ലിയാണ് ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്നത്. ബൈബിൾ വായിക്കാനുള്ള കൃപ കിട്ടി.
പ്രാർത്ഥനയെ കൂടുതൽ ശക്തി ആർജിക്കാൻ പറ്റി. ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞ് ദേഷ്യം മാറി. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. എൻ്റെ കണ്ണിലോട്ടൊക്കെ ദേഷ്യം കയറിയാൽ മറ്റുള്ളവർക്ക് നോക്കിയാൽ പേടി വരും. പക്ഷേ കൂടെ പഠിക്കുന്ന ടീച്ചർമാരെല്ലാം പറഞ്ഞു, പുഷ്പി ഒത്തിരി മാറിപ്പോയി. ഞാൻ പറഞ്ഞു, മാതാവിൻ്റെ അനുഗ്രഹമാണ്, ഉടമ്പടി എടുത്തതാണ്. എന്നോട് ദേഷ്യപ്പെട്ടാലും അരിശപ്പെട്ടാലും എന്നോട് ആര് പിണങ്ങിയാലും ശരി, ഞാൻ പിറ്റേ ദിവസം പോയി അവരോട് സ്നേഹത്തോടെ മിണ്ടി ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ആ സൗഹൃദം തിരിച്ചെടുക്കും. അങ്ങനെ ഒത്തിരിയേറെ ക്ഷമിക്കുവാനും സമാധാനം കിട്ടാൻ തുടങ്ങി. കാരണം ഒത്തിരിയേറെ വിഷമ കാലഘട്ടത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും എനിക്കൊന്നിനെ ഓർത്ത് ആകുലതയില്ല. മാതാവിൻ്റെ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും ഓർത്ത് ആകുലതയില്ല. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നത്. എല്ലാം ദൈവം നടത്തും. തക്ക സമയത്ത് കടന്നു വരുന്ന ദൈവമാണ് നമ്മോട് കൂടെയുണ്ടെന്ന് എപ്പോഴും ഞാൻ എൻ്റെ ബിജുവിനോട് പറയും. വിജയ് വിഷമിക്കേണ്ട, ദൈവം തക്ക സമയത്ത് കടന്നു വരും. ആ വിശ്വാസമുണ്ട് ഇപ്പോഴും. പിന്നെ എല്ലാത്തിനും ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. മറ്റൊരു അനുഭവം എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ എപ്പോഴും അടുക്കളയിൽ നിൽക്കുമ്പോൾ എൻ്റെ പിന്നിൽ ആരോ നിൽക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. ഞാൻ ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പം ആരെയും കാണാറില്ല. പക്ഷേ ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ആ അനുഭവം പിന്നെ ഉണ്ടായിട്ടില്ല. കാരണം മാതാവ് എൻ്റെ കൂടെയുണ്ട്. ഈശോയ്ക്കും മാതാവിനും ഒത്തിരി അനുഗ്രഹം. ഇനിയും അമ്മയുടെ മുമ്പിൽ ഒന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ നിർത്തുന്നു. സാക്ഷ്യം നമ്മൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ ഏറെ പ്രധാനപ്പെട്ട ഈ ഒരു കുടുംബം മുഴുവനായിട്ടാണ് സാക്ഷ്യം പറയുന്നത്. അതുതന്നെ നമുക്കറിയാം. ഈ ഒരു കുടുംബം മുഴുവൻ ഒരു വിശ്വാസത്തിൽ ലഭിച്ചൊരു അനുഭവം സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് ഈ അൾത്താരിൽ വന്ന് നിൽക്കുന്നത് തന്നെ അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. ദൈവം ജീവിക്കുന്നുണ്ടെന്ന് ഈ ലോകത്തിന് മുമ്പിൽ സാക്ഷ്യം പറയുന്നതിൻ്റെ മറ്റൊരു അർത്ഥവും കൂടിയാണല്ലോ. ഇവിടെ ജീവിത പങ്കാളിക്കുണ്ടായൊരു പെട്ടെന്നുണ്ടായൊരു അപകടം എങ്ങനെയാണ് വിശ്വാസത്തിൽ നേരിട്ടതെന്നും ദൈവം എങ്ങനെയൊക്കെയാണ് പരിശുദ്ധ അമ്മ വഴി ഏറെ പ്രത്യേകിച്ച് നമ്മൾ ഈ കാനായിലെ കല്യാണ വിരുന്നുമൊക്കെ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും വിഷയമാക്കുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു സാഹചര്യത്തെ പരിശുദ്ധ അമ്മ ഇടപെട്ട് മധ്യസ്ഥ സഹായം വഹിച്ച് എല്ലാം ക്രമീകരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഈ ഒരു സംഭവം നടക്കുമ്പോൾ അമ്മ ടീച്ചർ ഇവിടെ പറയുന്നുണ്ട്, ഉടമ്പടിയിലെ വസ്തുക്കളൊക്കെ ചേർത്ത് വെച്ചു എന്നതിൻ്റെ അർത്ഥം അമ്മയെ ആദ്യം വിളിച്ച് ചേർത്ത് വെച്ചു. അതിനുശേഷം കാര്യങ്ങളെല്ലാം ക്രമപ്പെടുമ്പോഴെല്ലാം മാതാവിൻ്റെ കാശുരൂപം കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉടമ്പടി മറ്റു വസ്തുക്കളും കൂടെ ഉപയോഗിച്ചിരുന്നുള്ളപ്പം ഉടമ്പടി എടുത്തവർക്കുള്ളൊരു വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ഇതുപോലെ നമുക്കൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വിശ്വാസത്തിൽ പ്രയോഗിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥനകളും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ വിശ്വാസ പ്രമാണമാണെങ്കിലും രണ്ടാമത് അതിനേക്കാളും അത് പ്രയോഗിക്കുമ്പോൾ ഉപയോഗിക്കാനുള്ള വസ്തുക്കൾ അതിപ്പം ഈ ഒരു സാക്ഷ്യത്തിൽ നിന്നല്ല, ഇവിടെ പറയുന്ന പല സാക്ഷ്യങ്ങളുടെയും ഫോർമാറ്റ് ഇതാണ്. ആദ്യം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഉടമ്പടി തൈലവും മറ്റുമൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തേത് അമ്മയുടെ ഒരു വലിയൊരു സംരക്ഷണം അനുഭവിക്കാൻ സാധിച്ചു എന്ന് അവസാനം കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട്. അതെല്ലാ സാക്ഷ്യങ്ങളിലും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. അപ്പം വ്യക്തമായിട്ട് ഇപ്പം ഒരു പ്രാർത്ഥിക്കുവാൻ ഒരു വരം ലഭിച്ചു എന്ന് പറയുന്നു. അതുമൊക്കെ വളരെ വലിയ സാക്ഷ്യങ്ങളാണ്. ഒരു പക്ഷേ മറ്റുള്ള സാക്ഷ്യങ്ങളെക്കാളും പ്രധാനപ്പെട്ട ഒന്നാണ്. മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുക, അതൊരു സ്വർഗീയമായൊരു വരദാനമാണ്. പിന്നെ പറയുന്നത് വ്യക്തിപരമായിട്ട് മാറ്റങ്ങൾ ഉണ്ടായെന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും അവസാനം പറയുന്ന കുറേയേറെ കുടുംബ സമാധാനം ഉണ്ടായെന്നൊക്കെ പറയും. അപ്പം ഇതെങ്ങനെ ഉണ്ടായെന്നുള്ള ചോദ്യത്തിന് ടീച്ചർ തന്നെ ഉത്തരം ക്ലാരിറ്റി തരുന്നുണ്ട്. അതായത് ഉടമ്പടി എടുത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ ആരോടും ദേഷ്യമോ അല്ലെങ്കിൽ ആരോടെങ്കിലും വിദ്വേഷമോ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപ ജീവിതത്തിൽ കടന്നു വരത്തില്ല എന്നുള്ളതാണ് അത് സത്യം. അത് വചനത്തിലൂടെ ഈശോ തന്നെ അരുൾ ചെയ്തിട്ടുള്ള വചനത്തിൻ്റെ ബോധ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി പതുക്കെ ദൈവത്തെങ്കിലേക്ക് വളരുമ്പം സ്വാഭാവികമായിട്ടും ആ ഒരു സമാധാനവും സന്തോഷവും ഒപ്പം അതിനേക്കാളും അപ്പുറം ജീവിതത്തിൽ എപ്പോഴും ഐ വിൽ കം വിത്ത് യു വെർ എവർ യു ഗോ എന്നുള്ളത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട, അതായത് എവിടെ പോയാലും ഒരു സാന്നിധ്യം, ഒരു ശക്തി, ഒരു കോൺഫിഡൻസ്, അത് പല രീതിയിലാണ് പല സാക്ഷ്യത്തിലും പറയുന്നത്. അപ്പോൾ അങ്ങനെ അനുഭവിക്കാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഈ കുടുംബത്തിലെ ഓരോ മകളുടെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഉടമ്പടിയിൽ വ്യക്തമായ സാക്ഷ്യമുണ്ട്. ഒപ്പം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അനുഭവം, ഇപ്പം അമ്മയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു ഉടമ്പടി യാത്രയിലെ പോകുന്ന വഴികളൊക്കെയും ഇങ്ങനെ ദൈവം ക്രമീകരിക്കുന്നത് പോലൊരു അനുഭവമുണ്ട്. ഒപ്പം പറയുന്നുണ്ട്, ഇനിയിപ്പം എല്ലായിടത്തും കൊടുക്കുന്നിടത്തല്ല ഞാൻ പത്രം കൊടുക്കേണ്ടത്, അറിയാത്തവരെ അറിയിക്കണം. ഈ ഒരു ബോധ്യമൊക്കെ ഈ ഉടമ്പടിയിൽ യാത്ര ചെയ്യുന്നവർക്ക് ദൈവം നൽകുന്നതാണ്. അല്ലെങ്കിൽ ഉടമ്പടി ആരാധനകൾ കൂടുമ്പോൾ ഇങ്ങനെയുള്ള പുതിയ അറിവുകൾ ലഭിക്കും. അങ്ങനെ എന്തുകൊണ്ട് ഇനിയും ഈ കുടുംബം മുന്നോട്ട് പോകുമ്പം പരിശുദ്ധമ്മയുടെ ഒരുപാട് വലിയ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് ഈ കുടുംബത്തിന് സാധിക്കട്ടെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ സാക്ഷികളായിട്ട് മാറുവാൻ ഇനിയും ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ വഴി നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും
ഈ കുടുംബത്തിനെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.